ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഇന്നൊരു നവരാത്രി സ്പെഷ്യൽ വ്ളോഗാണ്. അപ്പം നവരാത്രി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഓരോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ എടക്കുളങ്ങര അമ്പലത്തിൽ കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുകയും ചെയ്യാം, കാർണിവൽ കാണാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഞാനും അമ്മയും ബ്രദറും കൂടി. ഇതാണ് നമ്മുടെ എടക്കുളങ്ങര ടെമ്പിൾ. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദീപാരാധന സമയത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തൊഴുതിറങ്ങി വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ കാർണിവൽ നടക്കുന്നിടത്തോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. നമ്മുടെ ജയന്റ് വീലൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ യൂഷ്വലി കാണുന്ന അത്ര ബിഗ് അല്ല, എന്നാലും ഒരു മീഡിയം ടൈപ്പ് കൊള്ളായിരുന്നു. പിന്നെ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ മറ്റേ റിങ് വെച്ചെറിഞ്ഞിട്ട് നമ്മൾ ഓരോ ഐറ്റംസ് ക്യാച്ച് ചെയ്യത്തില്ലേ, ആ സംഭവമായിരുന്നു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ടോയ്സും പിന്നെ ഈ വളയും മാലയൊക്കെ സെയിൽ ചെയ്യുന്നവരടുത്ത് വന്ന് നോക്കി. പിന്നെ ഇത് കുറേ പാത്രങ്ങളൊക്കെയാണ്. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവിടെ ഒരു ചെരുപ്പൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ഷോപ്പിൽ വന്ന് ഒരു ചെരുപ്പ് വാങ്ങി. ഞാൻ ഈ തൊട്ട പച്ച ചെരുപ്പില്ലേ, അതാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഇവിടെ അപ്പുറത്ത് തന്നെ ഒരു പയ്യൻ കോഴിക്കോട് ഹൽവ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൽവ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഹൽവ വാങ്ങി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. ഇതൊക്കെ കുട്ടികളുടെ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞ് ഐസ്ക്രീം വാങ്ങി. അങ്ങനെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെയൊക്കെ ഇങ്ങനെ ഓരോ പരിപാടിയൊക്കെ നടക്കുന്നതൊക്കെ നോക്കി അങ്ങനെ നടന്നു. ഇവിടെ അപ്പോൾ ഒരാളുടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. പിന്നെ ബജ്ജി കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ബജ്ജി കടയിലോട്ട് വന്നു. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബജ്ജിയും പിന്നെ ഉള്ളിവടയും വാങ്ങി. അത് പാഴ്സലാണ് വാങ്ങിയത്. പാനിപ്പൂരി മാത്രം അവിടെ നിന്ന് കഴിച്ചു. എൻ്റെ ബ്രദറാണ് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ അമ്പലത്തിൽ കുട്ടികളുടെയൊക്കെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അരങ്ങേറ്റ പ്രോഗ്രാമൊക്കെ കണ്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഏഞ്ചിൽ ഭയങ്കര ബഹളം. ഒരു തരത്തിൽ അവളകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഒരു വിധത്തിൽ അകത്ത് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.